മക്കളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കൊച്ചു കുട്ടികളെ ഞാൻ കാണുന്നുണ്ട്, ബാലികാബാലന്മാരെ കാണുന്നുണ്ട്, യുവജനങ്ങളെ കാണുന്നുണ്ട്. അപ്പൻ്റെയും അമ്മയുടെ അടുത്തിരുന്നു കൊണ്ട് ഈ പ്രയർ ലൈനിൽ സംബന്ധിക്കുന്നവരെ അച്ഛൻ വ്യക്തമായി കാണുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്. മക്കളെ, നാം ജീവിക്കുന്നത് പാപപങ്കിലമായൊരു സാഹചര്യത്തിലാണ്. മദ്യം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾ, ജഡമോഹങ്ങൾ, അഹങ്കാരം, അസൂയ, ദേഷ്യം, കോപം, പ്രതികാരം, മാത്സര്യം എന്നുവേണ്ട എല്ലാ തിന്മകളും നിറഞ്ഞൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിന് നേരെ വാതിൽ അടയ്ക്കുന്നതാണ്, പിശാചിന് നേരെ വാതിൽ തുറക്കുന്നതാണ് പാപം. ദൈവത്തിനെതിരെ വാതിലടയ്ക്കുകയും പിശാചിനായി വാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്യുന്നതാണ് പാപം. ഹെബ്രായർ 8:12 അവരുടെ അനീതിയുടെ നേർക്ക് ഞാൻ കരുണയുള്ളവനായിരിക്കും, അവരുടെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർമ്മിക്കുകയില്ല. ഇങ്ങനൊരു ദൈവം. മകളെ, പാപത്തിന്റെ സൂത്രധാരകൻ പിശാചാണ്. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാനാണ് ദൈവപുത്രൻ ഈ ലോകത്തിൽ അവതരിക്കുന്നത്. ദൈവം പാപിയെ കുറ്റപ്പെടുത്തുന്നില്ലല്ലോ, ഒറ്റപ്പെടുത്തുന്നില്ലല്ലോ, തള്ളിക്കളയുന്നില്ലല്ലോ. പിന്നെയോ വ്യവസ്ഥയില്ലാതെ സ്നേഹിച്ച് അവന് തോളിലേറ്റി കൊണ്ടുവരുന്ന ഒരു ദൈവത്തെയല്ലേ നമ്മൾ കാണുന്നത്. എത്ര വലിയ പാപിയാണെങ്കിലും ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റാത്ത, മറക്കാൻ പറ്റാത്ത ഒരു പാപവുമില്ല. മക്കളെ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ശരീരത്തിലെ അഴുക്ക് കഴുകിക്കളയുന്നത് പോലെ സകല പാപക്കറകളും കഴുകിക്കളയുന്ന മാതൃസ്നേഹമാണ് ദൈവം. സ്നേഹത്തിൻ്റെ, കരുണയുടെ, വാത്സല്യത്തിൻ്റെ കടലാണ് നമ്മുടെ ദൈവം. പഠിക്കേണ്ട സമയത്ത് പഠിക്കാത്തതിൻ്റെ വേദനയുള്ളവർ ഇതിനകത്തുണ്ട്. കിട്ടിയ പണം ദൂർത്തടിച്ചും മറ്റു പല സ്ഥലം കൊണ്ട് നശിപ്പിച്ചവർ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നുണ്ട്. അശുദ്ധിയിലേക്കും തിന്മയിലേക്കും അതുപോലെ തന്നെ ദുഷിച്ച സംസാരത്തിലേക്കും കടന്നുപോയവർ തന്നെ ഉണ്ടാകാം. പാപവഴികളിൽ നടക്കുന്നവരുടെ കൂട്ടം കൂടിയവരുണ്ടായിരിക്കാം. കളവ്, ധനമോഹം, കൂട്ടക്കൊല, വലിയ കൊലപാതകം, അതിനൊക്കെ കൂട്ടുനിന്നവരുണ്ടായിരിക്കാം. തൽഫലമായി ഭയം, കുറ്റബോധം, അങ്ങനെ മനസ്സാകെ തകർന്നവരുണ്ട്. ഈശോ പറയാണ്, മോനെ, ഞാൻ നിന്റെ പാപങ്ങൾ ഒരിക്കലും ഓർമ്മിക്കുന്നില്ല. അനുതപിച്ച് ഈശോയുടെ അടുത്തേക്ക് വരിക. ഈശോയുടെ മുഖത്ത് നോക്കുമ്പോൾ മാത്രമേ, ഈശോയുടെ തിരുവചനങ്ങൾ ധ്യാനിക്കുമ്പോൾ മാത്രമേ അനുതപിക്കാൻ, പശ്ചാത്തപിക്കാൻ, കുറവുകൾ ഏറ്റുപറയാൻ, പരിഹാരം ചെയ്യാൻ കൃപ നമുക്ക് തരുന്നത്. വചനം പറയുന്നു, ഞാൻ പാപം, നിന്റെ പാപം ചെറുതോ വലുതുമായിക്കൊള്ളട്ടെ, ഞാൻ ഒരിക്കലും ഓർമ്മിക്കുന്നതേയില്ല. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടെ നാം എല്ലാവരെയും അനുഗ്രഹിക്കുകയും നന്മയിലേക്ക് നയിക്കുകയും ചെയ്യട്ടെ. ഈശോയുടെ ആശീർവാദം ഏറ്റുവാങ്ങാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും കൂടെ ഇന്നത്തെ ഈ പ്രയർ ലൈൻ ആരെല്ലാം ഷെയർ ചെയ്യുന്നുവോ, ആരുടെ പക്കലൊക്കെ എത്തുന്നുവോ, അവർ ആർക്കൊക്കെ ഷെയർ ചെയ്യുന്നുവോ അവരിലൂടെ ഒരു വലിയ വചനത്തിൻ്റെ പുതിയ സന്ദേശം ലോകം മുഴുവൻ എത്തുവാൻ ഇടവരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും